കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തിയ ഒരു വിഷയമാണ് BR അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്നുള്ളത്. ഇതിന് കാരണമായ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് അമിത്ഷാ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞത്, നിങ്ങളെപ്പോഴും ഈ അംബേദ്കർ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ആ സമയത്ത് ദൈവത്തെ വിളിക്കൂ, നിങ്ങളുടെ 7 തലമുറകൾക്ക് സ്വർഗം കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം കാഷ്വലി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു കോൺഗ്രസിൻ്റെയൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രകടനമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വലിയ തോതിൽ പ്രതിഷേധമുയർത്തുകയും അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഭീംറാവ് അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചതാണ് എന്നുള്ളതൊക്കെ വലിയ തോതിൽ കോൺഗ്രസിനൊരു മേൽക്കൈ കിട്ടുകയും BJP വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കറെ BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭയക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉള്ളിൽ കടന്ന ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ബോധമാണ് ആ വാചകം അമിത്ഷായെ കൊണ്ട് പറയിപ്പിച്ചത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് പക്ഷേ BJPയുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അത്തരത്തിലുള്ള ബോധങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിനും ഉണ്ടായിരുന്നു, CPM-നും ഉണ്ടായിരുന്നു, BJPക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഖാർഗെയൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ BR അംബേദ്കർ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി BR അംബേദ്കറും ഭരണഘടനാ ശില്പി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ദളിത് ഉന്നമനം ലക്ഷ്യമിട്ട നേതാവ് എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഭരണഘടനയുടെ ശില്പി എന്നുള്ള നിലക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊരു ചെറിയ ഭാഗം എടുക്കാം. കോൺഗ്രസ്സുകാരനായിരുന്നില്ല അംബേദ്കറെങ്കിൽ പോലും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പലപ്പോഴും കോൺഗ്രസ് ആണ്, ചില വേളകളിൽ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആദ്യം അദ്ദേഹം കോൺഗ്രസിൻ്റെ മിനിസ്ട്രിയിൽ അംഗമായിരുന്നു, പിന്നീട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ പല പോസ്റ്റുകളും കൊടുക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല കോൺഗ്രസ്. പലപ്പോഴും അദ്ദേഹം ഗാന്ധിജിയോട് പോലും തർക്കിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനെതിരായ ഒരു പ്രവർത്തനമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറും, ജാതീയമായിട്ടുള്ള വിഭജിപ്പിക്കൽ എന്ന് അംബേദ്കറോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു രാജ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു രാജ്യം എന്നുള്ള നിലക്ക് അവരെ ആരും തന്നെ കൺസിഡർ ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ വിശദമായി ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. എന്തുകൊണ്ടാണ് BJP ഈ അംബേദ്കറെയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭയക്കുന്നത്? അവരുടെ ഏകീകരിക്കാൻ പോകുന്ന ഒരു ഹിന്ദു മതത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ പറയുന്ന OBCയും അതുപോലെ SC/ST കാസ്റ്റുകളുടെയും ഒക്കെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ അവരുടെ കൺസോൾട്ടേഷൻ. അതിന് അംബേദ്കർ കാരണമാകുമെന്നുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. പക്ഷേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ഇത്രയധികം അംബേദ്കർക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഘോരഘോരം ഒച്ചയെടുത്ത് സംസാരിക്കുകയും അദ്ദേഹം മഹാനാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആളുകൾ യഥാർത്ഥത്തിൽ അംബേദ്കർ ലക്ഷ്യമിട്ട ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് SC/ST OBC മുതലായ വിഭാഗങ്ങൾക്ക് വേണ്ടി വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എന്താണ് ഈ പറയുന്ന കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ചെയ്തത്? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ 75 കൊല്ലം കഴിയുന്നു. അതിലേതാണ്ട് 54 കൊല്ലങ്ങൾക്കപ്പുറവും കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണികളാണോ ഭരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ? കാരണം ഈ അംബേദ്കറോട് സ്നേഹം കാണിക്കുന്നത് പോലും കോൺഗ്രസ് കാണിക്കുന്നതും CPM കാണിക്കുന്നതും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നതും ഒക്കെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങളും ചില പ്രതിരോധങ്ങൾ ഉയർത്താനും സഹായിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേ യാഥാർത്ഥ്യം തന്നെയാണ് അംബേദ്കറെ സ്വന്തമാക്കാൻ വേണ്ടി BJPയും കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ദളിതരോട് ഇവരൊക്കെ എടുത്തിട്ടുള്ള ഒരു സമീപനം എന്താണ്? നമുക്ക് ചില ഫാക്റ്റുകൾ നോക്കാം, വസ്തുതകൾ നോക്കാം, ചില കണക്കുകൾ നോക്കാം. ഇന്ത്യയിൽ ഈ ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ച് നമ്മൾ വെറുതെ വാചകമടിക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ ദളിതർക്കുണ്ടായിട്ടുള്ള ഉന്നമനം എത്രയും നോക്കാം. ഇന്ത്യയിൽ 92% വരുന്ന സെപ്റ്റിക് ടാങ്ക് ആൻഡ് സ്യൂവർ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ടും അഴുക്ക് ചാലുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ 92% പേർ SC/STകളും OBCകളുമാണ്. അതായത് മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വെറും 8% മാത്രമാണ് മറ്റ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഈ അഴുക്കുചാലുകളിൽ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതിൽ പെടുന്നതാണ് പാവം മരിച്ചുപോയ തിരുവനന്തപുരത്തെ ജോയിയൊക്കെ അഴുക്കുചാലിൽ വീട് മരിച്ചുപോയപ്പോൾ. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണക്കാണിത്. ഇത് വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തിയ ചില ഏജൻസികളുടെ കണക്കാണെങ്കിൽ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ കണക്കിലേക്ക് വരാം. ഇന്ത്യൻ ഗവൺമെൻറ് കണക്കുകൾ പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നത്
രണ്ടിൽ മൂന്നിൽ 2% വരുന്ന സെപ്റ്റിക് ടാങ്ക് ആൻഡ് സുവർ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അഴുക്കുചാലുകളിലും സെപ്റ്റിക് ടാങ്കുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ 2/3 പോലും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബുമാണ് എന്നുള്ളതാണ്. SSW എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള വർക്കേഴ്സിൽ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഒരു വിധത്തിലുള്ള ഉന്നമനവും ആളുകൾക്ക് ഉന്നതിയും ആ സമൂഹത്തിലെ ആളുകൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും കാലത്തോളം നമ്മൾ വലിയ തോതിൽ റിസർവേഷൻ കൊടുത്തിട്ടും ഈ കമ്മ്യൂണിറ്റിയെ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കോൺഗ്രസ് 54 കൊല്ലം ഭരിച്ചു. കോൺഗ്രസിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. 10 കൊല്ലം ഭരിച്ച നരേന്ദ്രമോദിക്ക് ഉത്തരവാദിത്തമുണ്ട്, 5 കൊല്ലം ഭരിച്ച വാജ്പേയിക്ക് ഉത്തരവാദിത്തമുണ്ട്, VP സിംഗിനും മറ്റു ഭരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതിൻ്റെ മേജർ ഉത്തരവാദിത്തത്തിൽ നിന്ന് വലിയ വേദനയിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ താഴെത്തട്ടിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വിചാരിച്ച ചില സ്റ്റേറ്റുകൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാനിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുന്ന വിഭാഗമാണ് മീണ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ ആ മീണ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് രാഷ്ട്രീയമായ വലിയ അധികാരങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർ ടിക്കാറാം മീണ അടക്കമുള്ള അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റികൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വലിയ അധികാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ പോലും കിട്ടാൻ ഈ റിസർവേഷൻ സഹായിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതല്ലേ. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ എത്ര ഡോക്ടേഴ്സ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് OBCയിൽ നിന്നുണ്ട് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കണക്കില്ല. ഇന്ത്യയിലെ എത്രത്തോളം വരുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പോലെയുള്ള, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ള, അതുപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കേവലം 2% താഴെ മാത്രമാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയൊക്കെ ഒരു ആളുകൾ പഠിക്കുന്നത്. അതിൽ തന്നെ പഠനം പൂർത്തിയാക്കുന്നവരുടെ നമ്പർ വളരെ വളരെ കുറവാണ്. ഇനി ഈ 2% പോലും എങ്ങനെ വന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഇടക്കൊക്കെ തന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്, ഒരു ക്രീമി ലെയറിനെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. എനിക്കറിയാവുന്ന എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുന്ന ഒരാൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വലിയ ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് വന്ന ഒരാളാണ്, അസിസ്റ്റന്റ് ജനറൽ പോസ്റ്റിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് തീർച്ചയായിട്ടും IITയിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നു, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഷിപ്പ്യാർഡിൽ തന്നെ വീട്ടിൽ ജോലി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ്, ഇത്തരത്തിലുള്ള ഒരു ക്രീമി ലെയറിന് മാത്രമാണ് ഇപ്പോൾ ഈ 2% വരുന്ന സൗകര്യങ്ങൾ കിട്ടുന്നത്. അവരിൽ തന്നെ വളരെ അപൂർവം ചിലരാണ് പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഒരു ഇരട്ടപ്പേര് കൂടിയുണ്ട്. കാരണം ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ് അതിൻ്റെ പേര്. കാരണം അത്തരത്തിൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകളോ അപ്പർ ക്ലാസ്സുകളായിട്ടുള്ള കാസ്റ്റ് വൈസ് അപ്പർ ക്ലാസ്സുകളായിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ പഠിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും. ഇനി നമ്മുടെ ഇന്ത്യയിലൊക്കെ എത്ര പേർ IASകാരും IPSകാരും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്, SC/STയിൽ നിന്ന്? കഴിഞ്ഞ തവണ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അണ്ടർ സെക്രട്ടറിമാരുടെ 90 പേരുടെ കണക്കെടുത്തപ്പോൾ OBCയിൽ നിന്നും SC/STയിൽ നിന്നും ഉണ്ടായത് കേവലം 3 പേരാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ റിസർവേഷൻ കൃത്യമായി അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റുകളിലാണ്. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് 54% റിസർവേഷൻ OBCകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്, 27% SC/STകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഇവർ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ഉണ്ടാക്കിയപ്പോൾ ഹൽവ മുറിച്ചപ്പോൾ അതിൽ ഒരു SC/STക്കാരനെയും OBCക്കാരനെയും കണ്ടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത്. ഖർഗയെ കോൺഗ്രസ് ദേശീയ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 54 കൊല്ലം ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ പോയി. ഇനി അഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളുകൾ വലിയ തോതിൽ നേട്ടമുണ്ടാക്കി. ഒന്ന് ഞാൻ രാജസ്ഥാൻ പറഞ്ഞു, രണ്ടാമത്തേത് ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ഗവൺമെൻറ്റാണ്. അവർ ഷെഡ്യൂൾഡ് ട്രൈബിലെ കുട്ടികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവർക്ക് കളിക്കളങ്ങൾ പണിയുകയും 1500 രൂപ വീതം മാസം അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ 1500 രൂപയും നല്ല ഫുഡും അതുപോലെ കളിക്ക് സ്ഥലങ്ങളുമൊക്കെ പണിത് കൊടുത്തുകൊണ്ട് അവരെ ഇന്ത്യയുടെ ഒരു മുഖ്യധാരയിലേക്ക് ആകർഷിക്കുവാനായിട്ട് നവീൻ പട്നായിക്കിനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ നെഹ്റു അടക്കമുള്ള ആളുകൾ അവരെ ഉപദ്രവിക്കേണ്ട, ആദിവാസികളടക്കം ഗോത്ര സമൂഹങ്ങളെയൊന്നും നമ്മൾ ഉപദ്രവിക്കേണ്ട, അവരങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത പോയിന്റ്, ഇവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഇവരെ അതേപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്.
ആ ചോദ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം നമുക്ക് കേരളത്തിൽ തുടങ്ങാം. കേരളത്തിലെ CPM-ഉം കോൺഗ്രസും BJP-യും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അകത്ത് ഏറ്റവും പ്രമുഖമായി CPM-നകത്ത് പോലുമുള്ള രക്തസാക്ഷികളുടെ പേരും ഡീറ്റെയിൽസും എടുത്തു വെച്ചാൽ നിങ്ങൾക്കറിയാം, അവരെല്ലാവരും തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബുകളിൽ നിന്നാണ്. അത് കോൺഗ്രസിൻ്റെയും BJP-യുടെയും എടുത്താൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൊല്ലിനും കൊലക്കും കൊലപാതകത്തിനുമൊക്കെ ഇരയാകുന്നവർ ഇത്തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ പറഞ്ഞത്, രക്തസാക്ഷികളായവരെല്ലാവരും തന്നെ മഹാഭൂരിപക്ഷം പേരും ഈഴവ സമൂഹത്തിൽ നിന്നാണെന്ന് പറഞ്ഞത്. കേരളത്തിൽ പോലും ഇപ്പോഴും ഈ വിവേചനം മാറിയിട്ടില്ല. ശബരിമലയിൽ ഒരു പൂജാരിയാകണമെങ്കിൽ നമ്മൾ ബ്രാഹ്മണനായി ജനിക്കണം, മനുഷ്യനായി ജനിച്ചാൽ പോരാ എന്നുള്ളതാണ് ഇപ്പോഴുമുള്ള അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഒരു ഈഴവനോ അല്ലെങ്കിൽ നായർക്കോ പോലും അവിടെ പൂജാരിയാവാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇനി കേരളം വിട്ടുപോയാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? ഇവരെ ഉപയോഗപ്പെടുത്തിയത് ഇപ്പോൾ ഉദാഹരണത്തിന് 2002 ഗുജറാത്ത് കലാപം നടത്തുമ്പോൾ ആ കലാപത്തിൽ പ്രതികളാക്കപ്പെട്ടവർ, ശിക്ഷിക്കപ്പെട്ടവർ മഹാഭൂരിപക്ഷം പേരും ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആയിട്ടുള്ള അല്ലെങ്കിൽ OBC ആയിട്ടുള്ള ആളുകളാണ്. മറ്റ് വലിയ വരേണ്യവർഗമെന്ന് നമ്മൾ വിളിക്കുന്ന വലിയ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള വലിയ അപ്പർ ക്ലാസ്സുകളെല്ലാം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹത്രാസിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ നമുക്ക് കണ്ടു. ആർക്കനുകൂലമായാണ് ഇവർ നിലപാടെടുത്തത്? അവിടുത്തെ ഒരു ബ്രാഹ്മണ സമൂഹത്തിനും അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സുകളുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അനുകൂലമായിട്ടാണ് സമീപനം എടുത്തത്. പിന്നെ ഇവർ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഇത്തരത്തിൽ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കയ്യാളുകളായി, വെറും തേരാളികളായി, ഒന്നില്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ചു വീഴാൻ, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പടവെട്ടി ഇവരുടെ ജീവിതം കളയാൻ വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവർ മാത്രമല്ല ഉപയോഗപ്പെടുത്തുന്നത്, ജാതി മത സംഘടനകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. ദേര സച്ച സൗദ എന്ന് പറയുന്ന ഒരു സംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഗുർമീത് റാം റഹീം സിംഗ്. അദ്ദേഹം ജയിലിലായിരുന്നു. പക്ഷേ ജയിലിലായിട്ടും കഴിഞ്ഞ തവണ അദ്ദേഹം പരോളിൽ ഇറങ്ങിയിരുന്നു. കാരണം ഹരിയാനയിൽ അദ്ദേഹത്തിന് വലിയ ബേസ് ഉണ്ട്. അതുകൊണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് പരോൾ കൊടുത്തിരുന്നു. അദ്ദേഹം BJP-യെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഗുർമീത് റാം റഹീം സിംഗ് എന്തിനാണ് അകത്തായെന്ന് നിങ്ങൾ അറിയണ്ടേ? നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കേസിലാണ്. അത് തന്നെ സ്വന്തം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വേറെ വനിതകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഗുഹയുണ്ടാക്കി പോയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ റഹീം സിംഗിൻ്റെ സൂക്കേട് തീർത്തത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഗുർമീത് റാം റഹീം സിംഗിൻ്റെ അനുയായികൾ ഏതാണ്ട് 15 ലക്ഷത്തോളം വരും. ഈ 15 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഒരു 90% തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബുമാണ്. ആ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബും ചെയ്തത് ഡൽഹിയിലും അതുപോലെ പഞ്ചാബിലും ഹരിയാനയിലും അടക്കം ഈ ഗുർമീത് റാം റഹീം സിംഗിനെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ കലാപം അഴിച്ചുവിട്ടു. നിരവധി വാഹനങ്ങൾ തകർത്തു. ഈ കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ളതും നേരത്തെ പറഞ്ഞ ഗുർമീത് റാം റഹീം സിംഗിൻ്റെ അനുയായികളായിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാതിരുന്നാൽ അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വലിയ മാന്യമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കുകയും അവർക്ക് വലിയ ഉദ്യോഗങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുപോലെ തന്നെ ഗുർമീത് റാം റഹീം സിംഗിനും നമ്മുടെ പാർട്ടികൾക്കൊക്കെ രക്തസാക്ഷികൾ ഇല്ലാതാവുകയും അവർക്ക് വേണ്ടി ആയുധമെടുക്കാനും വെട്ടാനും കൊല്ലാനുമൊക്കെയുള്ള ആളുകളുടെ നമ്പർ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭീംറാവു, ബാബാ സാഹിബ് അംബേദ്കറെ പോലെയുള്ള നിരവധി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നതിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന റെട്ടറിക് വാചോടോപം നടത്തുക മാത്രമാണ് ഭീംറാവു അംബേദ്കർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയമായി ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുമെന്നറിയില്ല. നമ്മുടെയൊക്കെ ദൗർഭാഗ്യത്തിന് ഇത്തരത്തിലുള്ള ആളുകൾ ഒന്നും തന്നെ സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യയിൽ 60%, 63%, 70%, 80%-ഓളം വരുന്ന OBC-യും SC/ST-കാർക്കും വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം കേരളത്തിൽ പോലും കിട്ടാത്തത്. കേരളത്തിൽ പിന്നെയും കുറച്ചുകൂടി കുഴപ്പമില്ല. ആകെ നിലവിലുള്ള ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം കുറച്ച് കൂടുതൽ കിട്ടിയേക്കുന്നത് കേരളത്തിൽ നായർ കമ്മ്യൂണിറ്റിക്കാണ്. പക്ഷേ മറ്റ് കമ്മ്യൂണിറ്റികൾക്കൊന്നും കിട്ടാറില്ല. ഇനി നിങ്ങളോടെല്ലാം കഴിഞ്ഞു പോട്ടെ, കേരള മന്ത്രിസഭയിൽ എന്താണ് കാണുന്നത്? കെ രാധാകൃഷ്ണൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്ന് വന്നിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആ മന്ത്രിക്ക് നമ്മൾ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടും KN ബാലഗോപാലിനേക്കാളും P രാജീവിനേക്കാളും ഒക്കെ വലിയ സീനിയറായിട്ട് പോലും ധനമന്ത്രിയോ വ്യവസായ വകുപ്പ് മന്ത്രിയോ ആക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആക്കൂല. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലും ഇവരോടൊരു ചിറ്റമ്മ നയമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവർ കുറേ കൂടി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം.
ഇതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ അറിയണമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 ബിസിനസ്സുകാരെടുത്തു വെച്ചാൽ, വേണ്ട 1000 ബിസിനസ്സുകാരെടുത്തു വെച്ചാൽ പോലും അതിലൊരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നോ ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നോ ഉള്ള ഒരാളുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 75 കൊല്ലമായി നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പല സ്റ്റേറ്റുകളും ഭരിച്ചിരുന്നവർ, കേന്ദ്രം ഭരിച്ചിരുന്നവർ ഒക്കെ തന്നെ ഈ പറയുന്ന ബാബാ സാഹിബ് അംബേദ്കറോടുള്ള വലിയ താല്പര്യം വോട്ട് കിട്ടാൻ വേണ്ടി പുറമേ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് ദളിത് കമ്മ്യൂണിറ്റിക്ക് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയോ ഗവൺമെൻറ് സർവീസുകളിൽ പോലും അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യമോ കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ വസ്തുതയാണ്.